പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ദുഷ്ടരാക്കുമായി ഈ നാട്ടിൽ മുന്നോട്ട് പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ, അതൊന്ന് CPM ആണെങ്കിൽ ഒന്ന് BJP ആണ്. ഈ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. അതുകൊണ്ടാണ് പകരം എന്നോട് ചോദിച്ചു, BJP വിട്ടപ്പോ എന്തുകൊണ്ട് നിങ്ങൾ CPM-ലേക്ക് പോയില്ല? നിങ്ങൾക്ക് അധികാരമുള്ള സ്ഥലത്തേക്ക് പോകാമായിരുന്നല്ലോ. കേരളത്തിൽ അധികാരമുള്ള പാർട്ടിയിലേക്ക് പോയിരുന്നെങ്കിൽ മറ്റൊരു വിദ്വാനെ പോലെ മാസം പണം വാങ്ങിക്കൊണ്ട് പിണറായി വിജയൻ ജയിലിൽ വെച്ച് നടക്കാമായിരുന്നല്ലോ. നിങ്ങൾക്ക് കാറ് കിട്ടുമായിരുന്നല്ലോ. നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ല ഉറച്ച സീറ്റ് കിട്ടുമായിരുന്നല്ലോ. ഇങ്ങനെ വലിയ തോതിൽ എന്നോട് പലരും ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് CPM-ൽ പോയിക്കൊണ്ടായിരുന്നു? ഞാൻ അവരോട് പറഞ്ഞ കാര്യം, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ, ഒരു ചേഞ്ച് വേണ്ടേ? BJP CPM തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? BJP CPM തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഈ കേരളത്തിൽ അവരുടെ പ്രവർത്തനത്തിൽ കാണിച്ചു തരാൻ പറ്റും? ഒരു വ്യത്യാസമില്ലാതെ മാത്രമല്ല, രണ്ടു കൂട്ടരും ഇസ്ലാമോഫോബിക് ആണ്, രണ്ടു കൂട്ടരും മതവർഗീയത പ്രചരിപ്പിക്കുന്നു.